I hate you. എന്താ ബേബി, കോർട്ടിൽ നീ കാണിച്ച ആ സൂയിസൈഡ് ഡ്രാമ എല്ലാരും അറിഞ്ഞോ? ഹലോ, ഇപ്പൊ നിന്റെ സീക്രട്ട് പറയാതെ നീ വിളിക്കില്ലെന്നായല്ലോ. ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് ഡ്രാമയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? നിന്റെ ഡോക്ടർ ഫ്രണ്ടിനോട് പോയി ചോദിച്ചു, അവള് പറഞ്ഞു. എന്തിനാ ബേബി ഇത്ര വലിയ നാടകം കളിച്ചത്? എല്ലാം നീ കാരണോ. അന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ടാ കോർട്ടിൽ വെച്ച് ജഡ്ജിനെ എനിക്ക് ചീറ്റ് ചെയ്യേണ്ടി വന്നത്. തേൻ കുടിച്ചിട്ട് വിഷമാണെന്ന് കള്ളം പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ മാനേജ് ചെയ്ത് അവിടെ നാടകം കളിച്ചു. പോലീസിനെ അവിടെ വരുത്തി ഞാൻ വീണ്ടും ഈ വീട്ടിലേക്ക് കയറിപ്പറ്റി. ഡിവോഴ്സ് കിട്ടാതെ ഞാൻ തടഞ്ഞു. വെൽ പ്ലാൻഡ് ബേബി. ഹലോ ഹലോ, വാ പുറത്തേക്ക്. അമ്മേ, അത് മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നുണ്ടോ ഇല്ലയോ? അവൻ വീണ്ടും കോൾ ചെയ്തു അമ്മേ. തെറ്റിന് പുറത്ത് തെറ്റ്. എത്ര കാലം നീ ഇത് ചെയ്യും? ഛേ, നീ ഒരു സ്ത്രീയാണോ? കുറച്ചെങ്കിലും വിവരമുണ്ടോ നിനക്ക്? അതുണ്ടായിരുന്നെങ്കിൽ ഇവളെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇവ കൊട്ടും വിവരല്ല. നീ കോടതിയിൽ വെച്ച് ശരിക്കും വിഷം കഴിച്ചു. ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി. നിന്റെ ജീവന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നീ വീണ്ടും വീണ്ടും ഞങ്ങളെ വഞ്ചിക്കാണ് കാർത്തിക. ഡിവോഴ്സ് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നീ പ്ലാൻ ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നേരത്തെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് നീ തന്നെ അത് സമ്മതിച്ചു. നീ ഇത്രയ്ക്കും കണ്ണിങ്ങായിട്ട് ചിന്തിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല. നിന്നെയൊക്കെ എന്നോടൊന്നും ക്ഷമിക്കാനേ പാടില്ല. ഇതിൽ കൂടുതൽ ഇവളോട് എങ്ങനെ ക്ഷമിക്കാം? ഇവള് സംസാരിച്ചതൊക്കെ ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഈ ഒരു വീഡിയോ മാത്രം മതി നിന്നിന്ന് എനിക്ക് വിവാഹമോചനം കിട്ടാൻ. അഖിലേട്ടന്റെ കാലം നഷ്ടപ്പെടാനും നീയാ കാരണം. അഖിലേട്ടനോട് ദ്രോഹം ചെയ്ത് മറ്റൊരാളുടെ കുഞ്ഞിന്റെ അമ്മയായി. വിഷം കുടിച്ചതുപോലെ അഭിനയിച്ചു. പോരാത്തതിന് വെറുതെ എന്നെ കുറ്റപ്പെടുത്തി. ആരും നിന്നോട് ക്ഷമിക്കില്ല കാർത്തിക. ആരൊക്കെ നിന്നോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. ഇറങ്ങടി പുറത്ത്. അമ്മേ, ഛേ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? എന്റെ 3 മക്കളും മരുമക്കളും സന്തോഷമായിട്ട് ജീവിക്കുമെന്നാ കരുതിയേ. ഈ കുടുംബം ഒരിക്കലും തകർന്നു പോവില്ലെന്ന് കരുതിയതാ. ഒരു കുടം പാലില് ഒരു തുള്ളി വിഷം കലർന്നതുപോലെയും പൂന്തോട്ടത്തിൽ കാട്ടുചെടി വളർന്നതുപോലെയും നീ എങ്ങനെ ഈ വീട്ടിൽ കാലുകുത്തിയത്? ഇറങ്ങി പോടി ഇവിടുന്ന്. ഞാൻ പോയില്ല. നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് പുറത്താക്കും. കോടതി വിധിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പൊ എന്തിനു പോണം? ഇന്ന് കോടതിയിൽ വെച്ച് നിനക്ക് വിവാഹമോചനം കിട്ടും. നിന്നെ ഈ വീട്ടിൽ നിർത്തി ഞങ്ങൾ പൂജിക്കുമെന്ന് നീ കരുതിയോ? ഇന്നെന്തിനാ കോടതി പോന്നേ? അങ്ങനെ പെട്ടെന്ന് എന്തിനാ വിളിക്കുന്നേ? നിന്നെ പോലുള്ള പെണ്ണുങ്ങളെയൊക്കെ പറഞ്ഞു വിടണം. അതിനു വേണ്ടിട്ടാ ഇന്ന് കോടതി കൂടുന്നേ. ഇന്ന് തന്നെ ഹിയറിംഗ്. ഞാൻ കോടതിയിൽ വരില്ല. നീ ഇന്ന് വന്നില്ലെങ്കിലും നിനക്കിന്ന് ഡിവോഴ്സ് കിട്ടിയിരിക്കും. ഇതിനപ്പുറം നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നന്ദിനി, ഇവളുടെ ബാഗ് എടുത്തിട്ട് വാ.
വസു, ഇവളെ പിടിച്ച് പുറത്താക്ക്. പുറത്തു പോ കാർത്തിക. ഇത് അന്യായമാണ്. നീയായിട്ട് പോകുന്നോ അതോ ഞങ്ങളെല്ലാവരും നിന്നെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കണോ? പറ, ഏതാ വേണ്ടത് നിനക്ക്? എടി, നിന്റെ നാവ് അടങ്ങിയിരിക്കില്ലേ? തെറ്റ് ചെയ്തിട്ട് മിണ്ടാതെ നിൽക്കുന്നതിന് പകരം നീ എന്തിനാ നിന്നെ തന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? അവര് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? അതുകൊണ്ടാ ചുവരിനും ചെവിയുണ്ടെന്ന് പറയുന്നേ. നിനക്ക് അല്പം പോലും വിവരമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാർത്തികേ. എന്താ പറഞ്ഞേ? എനിക്ക് വിവരമില്ലെന്നോ? ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനൊരു കാര്യം എന്തിനാ ചെയ്യുന്നേ? ഇങ്ങനൊരു അവസ്ഥ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നോ? മിണ്ടാരേടി, വാക്കുകൾ കൊണ്ട് വീണ്ടും അവളെ നോവിക്കണ്ട. ദേ നോക്ക്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഞാൻ പോലും മര്യാദയ്ക്കാ ജീവിക്കുന്നേ. ഭർത്താവ് ഉണ്ടായിട്ട് പോലും തെറ്റ് ചെയ്തിരിക്കുകയാണ് കാർത്തികേ നീ. നിന്നെ പോലുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്താലേ എന്റെ ചേട്ടന്മാരെ നിന്റെ കൂടെ എന്നെയും കൂടെ അങ്ങ് പറഞ്ഞു വിടും. ഇതൊക്കെ നീ തന്നെ അനുഭവിച്ചോ. പിന്നെ നിന്റെ കൂടെയുള്ള കൂട്ട് എനിക്ക് വേണ്ട. അത് എനിക്ക് തന്നെ ആപത്താവും. കണ്ടോ ആന്റി, എനിക്ക് സ്വത്ത് കിട്ടുമെന്ന് അറിഞ്ഞപ്പോ എന്റെ പുറകെ നായെപ്പോലെ അലഞ്ഞവരാ. സ്വത്തിന്റെ പങ്കും ചോദിച്ചു. ഇപ്പൊ എന്നെ സപ്പോർട്ടും ചെയ്യുന്നില്ല. എല്ലാരും എന്നെ പോലെ ആയിരിക്കുന്നാണോ? നീ തെറ്റ് ചെയ്താലും എന്ത് ചെയ്താലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ. അവസാനം നിന്റെ അമ്മ പോലെ നിന്നെ കളഞ്ഞിട്ടാ പോയത്. ഞാൻ ഒരുത്തി മാത്രം നിന്റെ കൂടെ തന്നെ ഉണ്ട്. ആന്റി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ചെയ്യാൻ ഇനി എന്താ ഉള്ളത്? നിന്റെ മുന്നിലുള്ള അവസരങ്ങളെല്ലാം അടഞ്ഞു. പ്ലീസ് ആന്റി, അങ്ങനെ പറയരുത്. എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കൂടെ നിൽക്കാന്നല്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ആന്റി. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുകയോ ദൈവം കരുണ കാണിക്കുകയോ ചെയ്യണം. ഇന്ന് നിനക്ക് കോടതിയിൽ ഡിവോഴ്സ് കിട്ടുമെന്നുള്ളത് ഉറപ്പാ. അന്ന് ചെയ്ത പോലെ കോടതിയിൽ എന്തെങ്കിലും ഞാൻ ചെയ്താലോ? അന്നത്തെ പോലെ എന്ന് പറഞ്ഞ വിഷമൊന്നും പറഞ്ഞ വീണ്ടും തേൻ കുടിക്കാൻ പോവാ? അതുപോലെ എന്തെങ്കിലും ചെയ്താലോ? ഇനി നിന്നെ ആര് വിശ്വസിക്കാനാടി? ഇനി നീ ശരിക്കും വിഷം കുടിച്ച് ചത്താലും നിന്റെ ശവത്തിനും ഡിവോഴ്സ് തരാൻ ഇവര് തയ്യാറാ. ഇത്തവണ നീ എന്ത് ചെയ്താലും വിശ്വസിക്കില്ല. ഇവരുടെ കാര്യം നീ വിട്, ആ ജഡ്ജി പോലും നിന്നെ വിശ്വസിക്കില്ല. പിന്നെ എങ്ങനെയാ ആന്റി? ജീവനാംശം കിട്ടാതെ, സ്വത്ത് കിട്ടാതെ ഒരു തുണിയോടെ ഞാൻ പോണോന്നാണോ? വേറെ വഴിയില്ലല്ലോ. എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കില്ലേ? ദൈവം എന്നെ രക്ഷിക്കില്ലേ? ഈ ലോകത്ത് നല്ല മനുഷ്യനെ രക്ഷിക്കാൻ പോലും ദൈവത്തിന് നേരല്ല. പിന്നെ നിന്നെ എങ്ങനെയാടി രക്ഷിക്കുക? എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്നുള്ള വിശ്വാസം പോലും എനിക്കില്ല. ശരി വാ, നിനക്ക് വേണ്ട കോടതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ബാബോ. മിസ്സസ് കാർത്തിക, ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഐ എം ഫൈൻ സർ. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഭർത്താവിനോട് ഇത്രയും സ്നേഹമുള്ളപ്പോൾ മറ്റൊരു പുരുഷനുമായി എന്തിനാണ് ബന്ധം പുലർത്തിയത്? യുവർ ഓണർ, അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് ഒരു വലിയ നാടകമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയൂ. നമസ്കാരം യുവർ ഓണർ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇവൾ എന്റെ അനിയനെ, എന്റെ കുടുംബത്തെ മാത്രമല്ല, ഈ കോടതിയെ അങ്ങേയും കൂടി ചീറ്റ് ചെയ്തിരിക്കുക. വാട്ട് ഡു യു മീൻ മിസ്റ്റർ അഭിറാം? അന്ന് ഇവള് കോർട്ടിൽ വെച്ച് കുടിച്ചത് വിഷമായിരുന്നില്ല യുവർ ഓണർ, തേനായിരുന്നു.
വിഷം കുടിച്ചതുപോലെ നാടകം കളിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിലുള്ള ഡോക്ടറിനെ വരെ കൺവിൻസ് ചെയ്തു. അങ്ങനെയോ? ഇസ് ഇറ്റ് ട്രൂ? യെസ് യുവർ ഓണർ. അതിന് നിങ്ങൾക്ക് തെളിവുകളുണ്ടോ? ഉണ്ട് യുവർ ഓണർ. ഒരു തവണ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് സർ. അപ്പൊ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് ഡ്രാമയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അന്ന് നീ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. അതുകൊണ്ടാ കോടതിയിൽ എനിക്ക് ജഡ്ജിയെ ചീറ്റ് ചെയ്യേണ്ടി വന്നത്. ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഇൻഫ്ലുവൻസ് ചെയ്ത് സത്യം മറച്ചു വെച്ചു. എല്ലാം കഴിഞ്ഞ് ജഡ്ജി ഇവൾക്ക് ഡിവോഴ്സ് മാത്രമായിരിക്കില്ല കൊടുക്കുന്നത്, തൂക്കുകാര് കൊടുത്തെന്നും വരും. എന്താ മിസ്സസ് കാർത്തിക, നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നത്? സോറി സർ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എനിക്ക് വിവാഹമോചനം വേണ്ട. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു. ദയവ് ചെയ്ത് ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണം. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. ഇങ്ങനെയുള്ള മരുമകളെ ഞങ്ങൾക്ക് വേണ്ട സാർ. ഇതുപോലെയുള്ള തെറ്റുകളും ചതികളും ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവള്. നിങ്ങൾ ഇവിടെ ഒന്ന് പറയൂ. മാനസികമായി എന്റെ മകനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്വത്തിനു വേണ്ടിയാ ഇങ്ങനെ നാടകം കളിക്കുന്നത്. എനിക്ക് സ്വത്ത് വേണ്ട സർ, എന്റെ ഭർത്താവിനെ മതി. ഇല്ല സർ, അവക്ക് എന്റെ അനിയനോട് ഒരല്പം പോലും സ്നേഹമില്ല. ഇവക്ക് വേണ്ടത് സ്വത്ത് മാത്രമാണ്. ഇവര് കള്ളമാണ് പറയുന്നത് സർ. എനിക്ക് എന്റെ ഭർത്താവിനോട് സ്നേഹമുണ്ട്. അത് കള്ളമാണ് സർ. അവൾക്ക് വേണ്ടി ഞങ്ങളുടെ പാതി സ്വത്ത് എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായത്. സ്വത്തിന് വേണ്ടിയും ചെയ്ത തെറ്റ് മൂടി മറയ്ക്കാൻ വേണ്ടിയും എന്റെ അനിയത്തെ വരെ ഇവള് കിഡ്നാപ്പ് ചെയ്തു. അവളെ കൊല്ലണമെന്ന് ഇവള് വിചാരിച്ചു. ഇല്ല യുവർ ഓണർ, ആ പ്രവൃത്തി ചെയ്തത് ഞാനല്ല, ആദിത്യയാണ്. ആദ്യത്തിനൊപ്പം ചേർന്ന് ഇവള് തെറ്റ് ചെയ്യായിരുന്നു സാർ. എല്ലാ തെറ്റും ചെയ്തത് ആദിത്യയാണ് സാർ. എനിക്കതിൽ പങ്കില്ല. ഉണ്ട് സാർ, ആ ആദിത്യവും ഇവൾക്ക് ബന്ധമുണ്ട്. ഇതിൽ കൂടുതൽ ഇവളെ എനിക്ക് സഹിക്കാൻ പറ്റില്ല സാർ. ദയവ് എനിക്ക് വിവാഹമോചനം തരണം. ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. എനിക്ക് എന്റെ ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് സാർ. ഇവളെ ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് എന്റെ കുടുംബം വേണം സർ. പ്ലീസ് സർ. സാർ ഇവള് പറയുന്ന ഒരിക്കലും എനിക്ക് എന്റെ കുടുംബം വേണം. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. ഇവള് നുണ മാത്രമേ പറയൂ. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. ഓർഡർ. ലഞ്ചിന് ശേഷം വിധി പറയുന്നതായിരിക്കും. Now the court is adjourned. ജഡ്ജി സാറ് എന്ത് വിധി പറയുമെന്നറിയില്ല. ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടുമേ. അമ്മ വെറുതെ വിഷമിക്കണ്ട. വിഷമിക്കാതെ എങ്ങനെ ഇരിക്കും ആന്റി? തെറ്റ് ചെയ്തതല്ലേ, ഇനി ശിക്ഷ അനുഭവിക്ക്. കാർത്തികയ്ക്ക് ശിക്ഷ കിട്ടിയേ മതിയാവൂ. അവൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് ജീവിതകാലം മുഴുവൻ വിഷമിക്കണം. അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആന്റി. എന്താ ചാകാൻ പോവാണോ? കാർത്തിക മരിച്ചാലും ശരി, അവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഒരു കാരണവശാലും കാർത്തികയെ നമ്മുടെ കുടുംബത്തിൽ കേറ്റാൻ പാടില്ല. ജഡ്ജി നമുക്ക് ഫേവറായിട്ട് തന്നെ ആയിരിക്കും തീരുമാനം എടുക്കുക. ഒരു കാര്യം ചെയ്യട്ടെ ആന്റി,
ജഡ്ജി സാറിന് സീക്രട്ട് ആയിട്ട് കൈക്കൂലി കൊടുത്താലോ? എടി നടക്കുന്ന കാര്യം വല്ലതും പറ. അങ്ങനെയൊക്കെ ചെയ്താ ജഡ്ജി നിന്നെ നേരെ ജയിലിലേക്ക് അയക്കും. അന്ന് വസുവേട്ടത്തെ ജഡ്ജി മാഡത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് 1 മാസത്തെ കാലാവധി ചോദിച്ചില്ലേ? അന്ന് ഞാനൊരു തെറ്റ് ചെയ്ത് ഇതുപോലൊരവസ്ഥയിൽ എത്തിച്ചു. താൻ കാർത്തികയ്ക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചു. പക്ഷെ അവള് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളഞ്ഞു. അങ്ങനെ കുടുംബത്തിന്റെ മാനം കളഞ്ഞാ നിന്നെ എങ്ങനെ ശപിക്കുന്ന? ജഡ്ജി നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. അപ്പോ അത്രേ ഉള്ളൂ ആന്റി. ഈ ഒടി തുണിയോടെ ഞാൻ പുറത്തേക്ക് പോണെന്നാണോ? ജീവനാംശം പോലും കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ കാർത്തിക ഇനി പിച്ചെടുത്ത് ജീവിക്കേണ്ടി വരും. ദൈവം ശരിക്കുള്ള ശിക്ഷ എന്നെ കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു പെണ്ണിന് ഇത് തന്നെ കിട്ടണം. ശരി ഏട്ടാ, എന്റെ അച്ഛനാ ഫോൺ വിളിച്ച് ഉണ്ണിയെ കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞു. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം. ശരി, വാ, ഞാനും വരാം. വേണ്ട ഏട്ടാ, ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ പെട്ടെന്ന് പോയി ഉണ്ണി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം. ശരി എന്നാ. സമാധാനായിട്ട് ഇരിക്കാക്കിൽ നീതി നിന്റെ ഭാഗത്താ. കാർത്തികയുടെ ചാപ്റ്റർ ഇന്നത്തോടെ ക്ലോസ് ആവും. ഹായ് ഡിയർ. എന്തിനാ എന്നെ വരാൻ പറഞ്ഞത്? എന്താ അങ്ങനെ ചോദിക്കുന്നത്? അതിന് തന്നെ. നമ്മുടെ കാര്യത്തിൽ എന്താ തീരുമാനം? നടക്കില്ലെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. അത് നടന്നേ പറ്റുമെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു. അച്ഛന്റെ വീട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണി? അവരൊക്കെ ഒരുപാട് ശല്യം ചെയ്തോ നീ? ഇല്ല അമ്മേ, ഞാൻ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ മുത്തശ്ശിയെ സഹായിച്ചു. നീ വീട്ടിലില്ലാതിരുന്നോണ്ട് അനുവിനും കീർത്തിക്കും വല്ലാത്ത ബോറടിയായിരുന്നു. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എൻ്റെ കൂടെ എന്തിനാ വഴക്കിടുന്നേ? ഡിവോഴ്സ് തന്നാ നിന്റെ വഴിക്ക് നിനക്ക് പൊക്കൂടെ? എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല. എന്റെ അമ്മയുടെ ആരോഗ്യം മോശമായിരിക്കും. ഈ സമയത്ത് ഡിവോഴ്സ് ചെയ്താ അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ എൻ്റെ സിറ്റുവേഷനും നീ മനസ്സിലാക്കണം. ഞാൻ കാർത്തിക എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടത്തില്ല. നീ ഡിവോഴ്സിന് സമ്മതിച്ചാ ഞാൻ അവളുടെ കൂടെ ജീവിക്കും. എന്തിനാ? എന്നെ പോലെ ആ പെണ്ണ് ബലിയാടാവാനോ? അവള് നിന്നെ പോലെ ഒരു പെണ്ണൊന്നുമല്ല. ഓൾറെഡി ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, കാർത്തികയുടെ ഇത് 2ാമത്തെ കല്യാണം. മാത്രമല്ല അവൾ പ്രഗ്നൻറ്റുമാണ്. ഹസ്ബൻഡിനെ പിരിഞ്ഞ് എന്നെ കല്യാണം കഴിക്കാൻ റെഡിയുമാണ്. എനിക്ക് ഒരു അവകാശവും കിട്ടും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ? നീ ഒരു മനുഷ്യനാണോ? ഡിവോഴ്സ് നീ തരുന്നോ ഇല്ലയോ? തരില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേ. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്നെക്കുറിച്ച് നിനക്ക് നല്ലതുപോലെ അറിയാലോ. അതെ, ഞാൻ ആരെന്ന് നിനക്ക് കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സരിത, മാഡം നിങ്ങളോ? അതാരാ? നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്തിനാ? അവനൊരു വേസ്റ്റ് ഫെല്ലോ. വിട്ടേക്ക് പ്ലീസ്. ആരാന്ന് പറയൂ. അവന്റെ പേര് ആദിത്യ. എന്റെ ഭർത്താവാ. ആദിത്യ, നിന്റെ ഭർത്താവോ? അവനെ നിങ്ങൾക്കറിയാവോ? കുറച്ചൊക്കെ അറിയാം. നിന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? അവനൊരു സാഡിസ്റ്റാ. അവനില്ലാത്ത സ്വഭാവം ഇല്ല. അവനൊരു വൃത്തികെട്ടവനാ. പിന്നെ എന്തിനാ അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ചേ? അവന്റെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. അവൻ എന്നെ പറഞ്ഞു മയക്കി എന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ ശേഷമാ അവന്റെ തനി നിറഞ്ഞ മനസ്സിലാക്കിയത്. ദിവസവും എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം ഞാൻ സഹിച്ചു. അവന് വിവാഹ ജീവിതം പറഞ്ഞിട്ടില്ല. അവന് കുട്ടികൾ ഉണ്ടാവാനുള്ള കഴിവില്ല.
തന്റെ തെറ്റുകൾ മറയ്ക്കാനായി മറ്റുള്ളവരോട് സാഡസം കാണിക്കും. മദ്യപിച്ചിട്ട് വന്ന് ചീത്ത പറഞ്ഞിട്ട് തല്ലും. നീ പറയുന്നതൊക്കെ സത്യമാണോ? എന്നാണ് സത്യം. അവൻ എത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവനെ കുറിച്ച് അറിഞ്ഞപ്പോ എന്റെ അമ്മ അതോടെ കിടപ്പിലായി. അവനിപ്പോ എന്നോട് ഡിവോഴ്സ് വേണോന്ന് ചോദിക്കോ മാഡം. അങ്ങനെയുള്ളവന്റെ കൂടെ എന്തിനു ജീവിക്കുന്നേ? ഡിവോഴ്സ് കൊടുത്തൂടെ നിനക്ക്? കൊടുക്കാന്നാ വിചാരിച്ചെ. പക്ഷെ അവൻ കാർത്തിക എന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയെ അവന്റെ വലയിൽ വീഴ്ത്തിയിരിക്കുക. ആ പെണ്ണിന് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാ. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിച്ച തന്റെ കഴിവുകേടിനെ കുറിച്ച് ആരും അറിയില്ല എന്നും അത് മാത്രമല്ല തനിക്കൊരു അവകാശം ഉണ്ടാവുമെന്നും വലിയ പ്ലാൻ ചെയ്തിരിക്കുക. ആ പെണ്ണിന്റെ കുടുംബജീവിതം വേണോന്ന് വെച്ച് നശിപ്പിച്ച് ഡിവോഴ്സ് വാങ്ങിച്ച് അവളെ കല്യാണം കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുക. തനിക്ക് ജനിക്കാതെ പോയ കുഞ്ഞിന് അച്ഛനാവാൻ ആഗ്രഹിക്കുന്നു. എന്നെ പോലെ ആ കുട്ടിയും ബലിയാടാവാതിരിക്കാനാ ഡിവോഴ്സ് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞത്. അതിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ആദിത്യയുടെ യഥാർത്ഥ പ്ലാൻ ഇതായിരുന്നോ? കാർത്തിക പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്റെ കഴിവുകേടിനെ മറയ്ക്കുന്നതിന് വേണ്ടി തനിക്കൊരു അവകാശം ഉണ്ടാകാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തതാ. ഈ കാര്യം അറിയാതെ കാർത്തിക അവന്റെ ട്രാപ്പിൽ വീണ് പോയത്. സോറി മാഡം, എന്റെ പ്രോബ്ലംസ് പറഞ്ഞ് ഞാൻ മാഡത്തിന് അപ്സെറ്റ് ആക്കിയെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല സരിത, നമ്മളിങ്ങനെ കണ്ടുമുട്ടിയത് നന്നായി. കാർത്തിക മറ്റാരുമല്ല, എന്റെ അനിയത്തിയാ. മാഡം എന്തായി പറയുന്നേ? അതെ, ഇന്ന് എന്റെ അനിയനും അവൾക്കും വിവാഹമോചനം നടക്കുന്നത്. കാർത്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആദിത്യയാണെന്നാ വിചാരിച്ച് എല്ലാരും അങ്ങനെ വിശ്വസിച്ചു. അവള് തെറ്റ് ചെയ്തു എന്ന് കരുതിയ ഇപ്പൊ ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയത്. ഇല്ല മാഡം, ആ ആദിത്യന് അച്ഛനാവാനുള്ള കഴിവില്ല. അവനൊരു ഷണ്ണനാ. ഇക്കാര്യം എന്റെ കൂടെ വന്ന കോടതിയിലൊന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഇന്ന് അവരുടെ വിവാഹമോചനം നടക്കും. ഉറപ്പായിട്ട് ഞാൻ വന്ന് പറയാം മാഡം. ആക്ച്വലി ആ കാർത്തികയെ രക്ഷിക്കാൻ വേണ്ടിട്ടാ വിവാഹമോചനം കൊടുക്കാതിരിക്കുന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. വരൂ, കോടതിയിലേക്ക് പോവാം. ഹലോ, അങ്ങനെയോ? ഞാനിപ്പോ വരാം. സോറി മാഡം, എനിക്കിപ്പോ കോടതി വരാൻ പറ്റില്ല. എന്ത് പറ്റി സരിത? എന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ പോയെങ്കിലേ എനിക്ക് അമ്മയെ കാണാൻ പറ്റൂ. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. അയ്യോ സരിത, ടെൻഷനകത്ത് പോയിട്ട് വാ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. കോടതിയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. വാദപ്രതിവാദങ്ങളും സാക്ഷി മൊഴികളും പരിശോധിച്ച ശേഷം ഈ കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. മിസ്സസ് കാർത്തിക ഇങ്ങനെയൊരു കുറ്റം ചെയ്തുവെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു.